നിർമ്മാണം പൂർത്തിയായിട്ടും ഉദ്ഘാടനം നടക്കാത്തതിനാൽ തുറന്നുകൊടുക്കാനാകാതെ കിടക്കുന്ന ഒരു കെട്ടിടമുണ്ട് തൃശൂരിൽ. ഉദ്ഘാടകനെ കിട്ടാതായതോടെ കോർപ്പറേഷൻ സോണൽ ഓഫീസ് കെട്ടിടമാണ് തുറന്നുകൊടുക്കാതെ കിടക്കുന്നത്. ഇതോടെ പൊതുജനങ്ങളും അതോടൊപ്പം ഉദ്യോഗസ്ഥരും ദുരിതത്തിലായിരിക്കുകയാണ്. നാളെ നീളെ എന്നതുപോലെ നീളുകയാണ് തൃശ്ശൂരിലൊരു ഉദ്ഘാടനം. മന്ത്രിമാരുടെയും മേയറുടെയും ഒക്കെ സമയം കിട്ടാത്തതാണ് പോലും ജനങ്ങൾക്ക് സേവനം നൽകേണ്ട ഈ ഓഫീസ് തുറന്നു പ്രവർത്തിക്കാൻ വൈകുന്നതിന് കാരണം. കഴിഞ്ഞ ഡിസംബർ 18-ന് തൃശൂർ കോർപ്പറേഷന് കീഴിലെ ഒല്ലൂർ സോണൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. പോസ്റ്റർ വരെ ഇറക്കിയെങ്കിലും പെട്ടെന്ന് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. മന്ത്രിമാരായ MP രാജേഷ്, K രാജൻ എന്നിവരുടെ ദിവസം കൂടി പരിഗണിച്ചാണ് ഉദ്ഘാടന തീയതി ആലോചിക്കുന്നത്. എന്നാൽ ഈ തീയതിക്കനുസരിച്ച് മേയർ MK വർഗീസിന് ഒഴിവുണ്ടാകില്ല. 3 പേർക്കും ഒഴിവുള്ള ദിവസം ഇതുവരെ കിട്ടിയില്ലെന്നാണ് ഉയരുന്ന ആരോപണം. ഇതിനിടയിൽ ദുരിതമനുഭവിക്കുന്നതാകട്ടെ സോണൽ ഓഫീസിലെ ജീവനക്കാരും അവിടെ എത്തുന്ന പൊതുജനങ്ങളുമാണ്. സ്ഥലമില്ലാത്തതുമൂലം അപേക്ഷകൾ വാങ്ങുന്നതും സർട്ടിഫിക്കറ്റ് നൽകുന്നതുമൊക്കെ വൈകുകയാണ്. ഇരുചക്രവാഹനങ്ങൾ പോലും വയ്ക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സോണൽ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആശ്വാസകരമാകുമെന്ന് കരുതിയ ഓഫീസിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടും ഉദ്ഘാടനം വൈകുന്നത് ഓഫീസിന്റെ പ്രവർത്തനത്തെ തന്നെ താളം തെറ്റിക്കുകയാണ്. മാസങ്ങൾക്ക് ശേഷം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ വൈകിപ്പിക്കലെന്നും ആക്ഷേപമുണ്ട്. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിന് വേണ്ടിയാണ് ലക്ഷങ്ങൾ മുടക്കി ഇതിങ്ങനെ കെട്ടിപ്പൊക്കിയത്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഉദ്ഘാടന മാമാങ്കങ്ങളിൽ കുരുങ്ങി ഈ കെട്ടിടം ഇനിയും തുറന്നുകൊടുക്കാൻ വൈകരുതെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. തൃശ്ശൂരിൽ നിന്ന് ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. ജനങ്ങൾക്ക് സേവനം കിട്ടേണ്ട ഇടമാണ്. അതിങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ ആളില്ല എന്നതിൻ്റെയൊക്കെ പേരിൽ അവിടുത്തെ ഉദ്ഘാടനം, അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ നീണ്ടുപോകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതൊരു വലിയ നാണക്കേടുമാണ്.